ഹലോ ഗൈസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. അപ്പോൾ ഞാനും എൻ്റെ കൂട്ടുകാരനും കൂടെ ന്യൂ ഇയറൊക്കെ ആഘോഷിക്കാൻ വേണ്ടി തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തോട്ടും ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. വഴിയരിവിൽ ഇങ്ങനെ ലൈറ്റുകളും കാര്യങ്ങളെല്ലാം കണ്ട് സൂപ്പറായിട്ട് നമ്മൾ പൊളിച്ച് നല്ല വൈബായിട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂടെ വരുന്ന എൻ്റെ കൂട്ടുകാരൻ മണിക്കുട്ടനാണ്, ഇവിടെ കാഞ്ഞിരംകുളത്തുള്ളതാണ്. അപ്പോൾ എന്ത് പ്രോഗ്രാംസിനൊക്കെ പോകണമെങ്കിലും ഞാൻ മണിക്കുട്ടനെയാണ് വിളിച്ചുകൊണ്ട് പോകുന്നത്. നമ്മൾ ഒരുമിച്ചാണ് ഇങ്ങനെ പോകുന്നത്. എന്തായാലും നല്ലൊരു വൈബ്. നമ്മൾ ക്രിസ്മസൊക്കെ കഴിഞ്ഞ്, ക്രിസ്മസ് ഇപ്പം 2025 ക്രിസ്മസ് അവസാനിച്ചു. ഇനി അടുത്ത് നാളെ 2026 ജനുവരി 1 പുതുവർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ കനകക്കുന്ന് കൊട്ടാരമൊക്കെ അവിടുത്തെ ക്രിസ്മസ് ആഘോഷവും അതേപോലെ ന്യൂ ഇയർ ആഘോഷമൊക്കെ ഇങ്ങനെ കണ്ട് പൊളിക്കാനുള്ളൊരു വൈബാണ്. അങ്ങനെ ഫുള്ളിങ്ങനെ നമ്മൾ പോയി ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിൽ പോയപ്പോൾ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ലാത്ത തിരക്ക്, അമ്മാതിരി തിരക്കായിരുന്നു. പിന്നെ അവസാനം കുറേ ഇടിയും തള്ളലൊക്കെ കൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തു. ടിക്കറ്റിൻ്റെ റേറ്റ് വരുന്നത് കൊച്ചു പിള്ളേർക്ക് 30 രൂപയും വലിയ ആളുകൾക്ക് 50 രൂപയാണ്. രാത്രി 10 മണി വരെ ടിക്കറ്റ് കൊടുക്കുകയുള്ളൂ. അപ്പോൾ 10 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടിക്കറ്റ് കൊടുക്കില്ല. അപ്പോൾ വരുന്നവർ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കാഴ്ചകളെ കാണേണ്ടതാണ്. അപ്പോൾ എന്തായാലും പൊളി വൈബാണ്. സീരിയൽ സെറ്റൊക്കെ ഇട്ട് ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു. പിന്നെ അതേപോലെ ലേസർ, ഒരു റൂമിൻ്റെ അകത്ത് ഗ്ലാസ്സൊക്കെ ഇങ്ങനെ ഫുള്ള് ഗ്ലാസ്സൊക്കെ ചെയ്തിട്ട് ലേസർ ബൾബ് അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫുള്ള് എന്നാലും ഭയങ്കര പൊളി വൈബ് തന്നെയാണ്. നമ്മുടെ 2025 അവസാനിച്ച് അടുത്ത 2026 നാളെ കടക്കുകയാണ്. അപ്പോൾ ഒരു വീഡിയോ ഇത്തിരി നല്ല ലെങ്ത് ഉണ്ട്. അപ്പോൾ ഞാൻ 2 പാർട്ടായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ നമ്മളെല്ലാം ഫുൾ വൈബായിട്ട് നമ്മൾ വീട്ടിൽ ചുമ്മാ കുത്തിയിരുന്ന് ബോറടിച്ച് പ്രാന്തായി അങ്ങനെ ഇരിക്കും. അപ്പോൾ ഇങ്ങനെ സിറ്റിയിലോട്ട് ഇങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര ഹാപ്പി ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സിനെ കാണാം. എൻ്റെ കുറേ കൂട്ടുകാരന്മാരെയും കുറേ കൂട്ടുകാരികളെയൊക്കെ കണ്ടു, കുറേ സിനിമ സീരിയൽ താരങ്ങളെയൊക്കെ കണ്ടു. അപ്പോൾ അവരോട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ നല്ലൊരു വൈബിലിങ്ങനെ നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഈ 2025 എന്ന് പറയുന്നത് ഇത്തിരി ബാഡായിട്ടുള്ള വർഷമായിരുന്നു. ആകെ ഭയങ്കര സീൻ കോൺട്രാക്റ്റൊക്കെ ഭയങ്കര ഒരു വിഷമവും ആകെ ഫുൾ മൂഡ് ഓഫൊക്കെ ആയിരുന്നു. അപ്പോൾ എന്തായാലും 2026 പൊളിക്കാമെന്നുള്ള വിചാരത്തോടെ അടിച്ച് പൊളിക്കുകയാണ്. നല്ലൊരു വൈബ്.